പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 7 ഞായർ. പരിശുദ്ധ സഭ യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെ ഇന്ന് സ്മരിക്കുകയാണ്. വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 66 വരെയുള്ളതായ വാക്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ മുന്നോടിയായിട്ട് കടന്നു വന്നതായ വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ജനനം ഇന്ന് നാം സ്മരിക്കുന്നു. 400 വർഷത്തെ ദൈവ നിശബ്ദതയ്ക്ക് ശേഷം മനുഷ്യർ കേട്ട ഒരു വെളിപ്പാടാണ് യോഹന്നാന്റെ ജനനം. അതുകൊണ്ട് അവൻ പുതിയ തുടക്കങ്ങളുടെ കാഹള ശബ്ദം എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും. നമുക്ക് പറയാനായിട്ട് സാധിക്കും, നിശബ്ദത പൊട്ടിച്ചതായ ദൈവശബ്ദമാണ് വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 66-ാമത്തെ വാക്യത്തിൽ ജനങ്ങൾ വിസ്മയത്തോടെ ചോദിക്കുന്നു, ഈ ബാലൻ എന്താകും? അവന്റെ ജനനത്തെ കുറിച്ചുള്ളതായ അത്ഭുതങ്ങൾ ആ പ്രദേശമാകെ ഭയഭക്തി നിറച്ചു. നൂറ്റാണ്ടുകളുടെ നിശബ്ദതയ്ക്ക് ശേഷം ദൈവം വീണ്ടും അവനിലൂടെ സംസാരിക്കുന്നു. ദൈവം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു എന്ന് ഇവിടെ കാണാൻ സാധിക്കുകയാണ്. യോഹന്നാന്റെ ശബ്ദം യേശുവിൻ്റെ വരവിനായിട്ട് വഴിയൊരുക്കിയതായ ശബ്ദം കൂടെയാണ്. അവൻ്റെ ദൗത്യം വ്യക്തമായിരുന്നു, കർത്താവിന് വഴിയൊരുക്കുക, അവൻ്റെ പാതകൾ നേരെയാക്കുക. അവൻ്റെ ശബ്ദം ജനങ്ങളെ യേശുവിനായി തയ്യാറാക്കി. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഹൃദയങ്ങളെ ഒരുക്കുക എന്നതായ ആ ഒരു ശബ്ദം അവൻ പുറപ്പെടുവിച്ചു. ജനങ്ങളെ ഒരുക്കുവാനായിട്ട് സാധിച്ചു. യേശു പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപായിട്ട് മനുഷ്യരുടെ ഉള്ളം ശുദ്ധീകരിച്ചതായ ശബ്ദമായിരുന്നു യോഹന്നാൻ. അവൻ പറഞ്ഞു, മതത്തിൻ്റെ പതിവുകളിൽ നിന്നും ആ ചടങ്ങുകൾ മാത്രം പോരാ, ഹൃദയം യേശുവിന് വേണ്ടി ഒരുക്കണം എന്നതായ സന്ദേശം അവൻ നൽകുന്നു. അതിലൂടെ ഹൃദയമാറ്റത്തിനായി വിളച്ചുണർത്തിയ ഒരു ശബ്ദമായിട്ട് യോഹന്നാൻ നിറഞ്ഞു നിൽക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുവാൻ ഹൃദയത്തെ ശുദ്ധമാക്കൂ എന്ന് യോഹന്നാൻ വിളിച്ചു പറയുകയാണ്. അപ്പോൾ യോഹന്നാന്റെ ശബ്ദം ഒരു ഉണർത്തൽ പോലെ ജനങ്ങളെ മാറ്റത്തിനായിട്ട് ക്ഷണിച്ചു. അതുപോലെ തന്നെ പഴയ നിയമവും പുതിയ നിയമവും ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് യോഹന്നാൻ പ്രവർത്തിച്ചു. യോഹന്നാൻ പഴയ നിയമത്തിൻ്റെ അവസാന പ്രവാചകനാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൻ്റെ ആരംഭം അവനിലൂടെ കുറിക്കുകയാണ്. അവൻ പ്രഖ്യാപിച്ചു, യഥാർത്ഥത്തിലുള്ളതായ മെശിഹ അവനാണ് വളരേണ്ടത്, ഞാനോ കുറയണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. അപ്പോൾ യോഹന്നാൻ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ, യേശുവിനെ ലോകത്തിന് അറിയിക്കുന്നതിലൂടെ, അവൻ മെശിഹ ആണ് എന്ന് വെളിപ്പെടുത്തുന്നതിലൂടെ വളരെ പ്രാധാന്യമർഹിച്ച ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ബന്ധിപ്പിച്ച ഒരു പാലമായിട്ട് നിലനിൽക്കുകയാണ്. യോഹന്നാന്റെ ശബ്ദം ഇന്നും നമ്മോട് സംസാരിക്കുകയാണ്. നിശബ്ദതകളിൽ ദൈവം തൻ്റെ വാതിലുകൾ തുറക്കുവാൻ കഴിവുള്ളവനാണ് എന്ന ആ ഒരു ശബ്ദം അവനിലൂടെ നാം കേൾക്കുകയാണ്. ദൈവത്തിൻ്റെ നിശബ്ദത അവൻ്റെ പ്രവൃത്തിക്കുള്ള തയ്യാറെടുപ്പാണ് എന്ന് യോഹന്നാന്റെ ജനനം സൂചിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ ക്രിസ്തുവിലേക്ക് കാണിക്കുന്ന ശബ്ദമായിട്ട് നാം ആയിത്തീരേണ്ടതുണ്ട്. യോഹന്നാൻ ജനങ്ങളെ തൻ്റെ അടുക്കലേക്കല്ല, യേശുവിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. നമ്മുടെ ജീവിതവും അങ്ങനെ ആയിരിക്കണം. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, സാക്ഷ്യമെല്ലാം മറ്റുള്ളവരെ യേശുവിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരണം. അപ്പോൾ യോഹന്നാൻ ഒരു പ്രവാചകൻ മാത്രമല്ല, ദൈവം പുതുതായി തുടങ്ങുന്ന
ഒരു മഹത്തായ അനുഭവത്തിൻ്റെ ശബ്ദമായിട്ടും അവൻ നിലനിൽക്കുകയാണ്. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, വഴിയൊരുക്കൂ, ഹൃദയത്തെ നേരെയാക്കൂ. ദൈവം പുതിയതായിട്ട് തുടങ്ങുകയാണ്. ഇന്നും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ യോഹന്നാന്റെ ശബ്ദം ഇങ്ങനെ അലയടിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഒരു പുതു തുടക്കം ദൈവം ആരംഭിക്കും. പക്ഷേ നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി ഒരുക്കുവാൻ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഇടയായി തീരണം. അതിനുള്ള തയ്യാറെടുപ്പ് നമ്മുടെ പ്രത്യേകതയായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, പുതിയ തുടക്കങ്ങളുടെ ശബ്ദമായി യോഹന്നാനിലൂടെ ഞങ്ങളെ ഉണർത്തിയതിന് നന്ദി പ്രകാശിപ്പിക്കും. നിന്റെ പുതിയ പദ്ധതിയിൽ നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന ശബ്ദമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.